നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളെ വാശിയായിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. ഭക്ഷണം കൂടുതൽ കഴിപ്പിച്ചാൽ കുട്ടികൾ നല്ല രീതിയിൽ നന്നാവുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ശരിക്കും ഭക്ഷണം കുട്ടികൾക്ക് ഏറ്റവും കുറച്ചാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവർക്ക് എല്ലാ തരത്തിലുള്ള പോഷക ഗുണങ്ങളുള്ള കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല, അതിൻ്റെ വൈവിധ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരു പ്ലേറ്റ് ചോറ് കൊടുക്കുന്നതും ഒരു മുട്ടയും 1-2 പഴവും കുറച്ച് പച്ചക്കറിയും കൊടുക്കുന്നതും ഏതായിരിക്കും നല്ലത്? തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞതാണ് നിങ്ങളുടെ കുട്ടിയുടെ ബുദ്ധിയുടെ വികാസത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. പക്ഷേ പല മാതാപിതാക്കളും ബലിമൃഗത്തെ വളർത്തുന്നത് പോലെ തടിച്ചു കൊഴുത്ത കുട്ടി ഉണ്ടാകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യവും ബുദ്ധിയും നശിക്കുകയാണ് എന്നുള്ള ബോധം ഈ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബലിമൃഗങ്ങളുടെ ബുദ്ധിശക്തിയും ആരോഗ്യവും മാത്രമേ ഈ തടിച്ചു കൊഴുത്ത കുട്ടികൾക്കുണ്ടാവുകയുള്ളൂ. അവർക്ക് നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക.